പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ചതിന്റെ പേരിൽ ഒരു മാധ്യമ സ്ഥാപനത്തിന് കൂടി പൂട്ടുവീണിരിക്കുന്നു. തമിഴ്നാട്ടിലെ പ്രമുഖ മാസികയായ വികടന്റെ വെബ്സൈറ്റാണ് കേന്ദ്ര സർക്കാർ നടപടിക്ക് ഇരയായത്. മോദിയെ വിമർശിക്കുന്ന ഒരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചു എന്നതിന്റെ പേരിലാണ് വെബ്സൈറ്റിന് കേന്ദ്ര സർക്കാർ വിലക്കേർപ്പെടുത്തിയത്. ഫെബ്രുവരി 10 ഇറങ്ങിയ വികടന്റെ ഡിജിറ്റൽ മാസികയായ വികടൻ പ്ലസിൽ പ്രസിദ്ധീകരിച്ച കാർട്ടൂണാണ് വിവാദമായത്. മോദിയുടെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സമീപം ഇരിക്കുന്നതായിരുന്നു കാർട്ടൂൺ. ഇതിനെതിരെ BJP നേതാക്കൾ വിമർശനം ഉന്നയിക്കുകയും സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ പരാതി നൽകുകയും ചെയ്തിരുന്നു. കേന്ദ്ര സർക്കാരിന് പരാതി നൽകി മണിക്കൂറുകൾ പിന്നിടവെയാണ് വികടന്റെ വെബ്സൈറ്റ് ലഭ്യമല്ലാതായത്. ഫെബ്രുവരി 15 സംഭവം. പിന്നിൽ കേന്ദ്ര സർക്കാരാണോ എന്ന കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല. എന്നാൽ കേന്ദ്ര സർക്കാർ നിരോധനമാണെന്ന് പറഞ്ഞത് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനാണ്. പ്രധാനമന്ത്രിയുടെ US സന്ദർശനത്തിന്റെ നയതന്ത്ര പ്രാധാന്യത്തെ കളങ്കപ്പെടുത്താനും തമിഴ്നാട്ടിലെ DMK സർക്കാരിനെ പ്രീണിപ്പിക്കാനുമുള്ള ശ്രമമാണ് കാർട്ടൂൺ എന്നാണ് അണ്ണാമലയുടെ ആരോപണം. അത്തരമൊരു കാർട്ടൂൺ പത്രപ്രവർത്തന ധാർമ്മികത ലംഘിക്കുന്നുവെന്നും അതിനെതിരെ നടപടിയെടുക്കണമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പരാതി. അതേസമയം വെബ്സൈറ്റിനെതിരായ നടപടിയെ അപലപിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, തമിഴ് വെട്രിക്കഴകം നേതാവ് വിജയ് എന്നിവർ രംഗത്തെത്തിയിരുന്നു. അഭിപ്രായ പ്രകടനത്തിന്റെ പേരിൽ മാധ്യമങ്ങളെ തടയുന്നത് ജനാധിപത്യത്തിന് നല്ലതല്ല എന്നായിരുന്നു സ്റ്റാലിന്റെ പ്രതികരണം. BJPയുടെ ഫാസിസ്റ്റ് സ്വഭാവത്തിന്റെ ഉദാഹരണമാണിതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ജനാധിപത്യത്തിന്റെ 4ാം സ്തംഭമായ മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം എന്ത് വില കൊടുത്തും സംരക്ഷിക്കണമെന്ന് അഭിപ്രായപ്പെട്ടു വിജയ്. ഉള്ളടക്കത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിയമപരമായ നടപടി സ്വീകരിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. അല്ലാതെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്ന ക്രൂര നടപടികൾ സ്വീകരിക്കുകയല്ല വേണ്ടതെന്നും നടനും TVK നേതാവുമായ വിജയ് അഭിപ്രായപ്പെട്ടു. അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ കൈവിലങ്ങണിയിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചയച്ച സംഭവം അടുത്തിടെ ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മോദി സംസാരിച്ചില്ല എന്നതിനെ പരിഹസിക്കുന്നതായിരുന്നു കാർട്ടൂൺ. 99 വർഷത്തെ പാരമ്പര്യമുള്ള മാസികയാണ് വികടൻ. അഭിപ്രായ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുന്ന പ്രവർത്തനമാണ് തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും അതിനിയും തുടരുമെന്നുമാണ് വികടന്റെ മറുപടി. ഇതാദ്യമായല്ല വിമർശനങ്ങളുടെ പേരിൽ കേന്ദ്ര സർക്കാർ മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെ നടപടിയെടുക്കുന്നത്. അടുത്തിടെയാണ് സ്ക്രീംസ് ഫ്രം ദി ആർമി പോസ്റ്റ് എന്ന റിപ്പോർട്ട് പിൻവലിക്കണമെന്ന് കാരവൻ മാഗസിനോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത്. കശ്മീരിലെ ഏറ്റവും സൈനികവൽക്കരിക്കപ്പെട്ട പൂഞ്ച്, രജൌരി എന്നിവിടങ്ങളിൽ സാധാരണക്കാർ നേരിടുന്ന പ്രശ്നങ്ങളായിരുന്നു കാരവൻ ചൂണ്ടിക്കാട്ടിയിരുന്നത്. സൈനികർ പിടിച്ചുകൊണ്ടുപോയ നാട്ടുകാരിൽ ചിലർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. 24 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് പിൻവലിക്കണമെന്നായിരുന്നു BJP സർക്കാരിന്റെ അന്ത്യശാസനം. ഒടുവിൽ റിപ്പോർട്ട് പിൻവലിക്കാൻ കാരവൻ നിർബന്ധിതമാകുകയായിരുന്നു. സമാനമായി 2020 വടക്കുകിഴക്കൻ ഡൽഹി കലാപം റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ ഏഷ്യാനെറ്റ് ന്യൂസിനും മീഡിയ വണ്ണും ആദ്യം 48 മണിക്കൂർ സംപ്രേക്ഷണ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. പിന്നീട് പിൻവലിച്ചെങ്കിലും 2021 മീഡിയ വണ്ണിന്റെ ലൈസൻസ് സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പുതുക്കി നൽകിയിരുന്നില്ല. ഇതേ തുടർന്ന് സംപ്രേക്ഷണം അവസാനിപ്പിക്കേണ്ട അവസ്ഥയുമുണ്ടായി. സുപ്രീം കോടതി വരെ എത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് മീഡിയ വൺ സംപ്രേക്ഷണം പുനരാരംഭിച്ചത്. അങ്ങനെ പലപ്പോഴും സർക്കാർ പ്രതിസ്ഥാനത്താവുന്ന റിപ്പോർട്ടുകളുടെ പേരിൽ ഇന്ത്യയിൽ മാധ്യമ സ്ഥാപനങ്ങൾ വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. ഗുജറാത്ത് കലാപത്തിലെ മോദിയുടെ പങ്ക് തുറന്നുകാട്ടിയ BBC ഡോക്യുമെന്ററിയുടെ വിലക്കൊക്കെ അതിനുദാഹരണവുമാണ്.